ഹലോ. അപ്പോൾ ഇതേ അങ്ങനെ നോമ്പ് 3 ആയിട്ടോ. അങ്ങനെ 3ാമത്തെ ദിവസത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളായിട്ടാണ് ഞാനെല്ലാം വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ഞാൻ ആദ്യം തന്നെ സോയാബീൻ കറി സെറ്റാക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഇതേ സവാളയും പച്ചമുളകും വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ഇട്ട് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് 3ഉം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആ 3 മസാലകൾ ഇട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഞാനിത് നേരെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തക്കാളിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത്, പിന്നെ അതൊക്കെ തിളച്ച് സെറ്റായി വന്നപ്പോൾ ഞാൻ സോയാബീൻ നമ്മൾ തിളപ്പിച്ച് ഊറ്റി മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അത് നന്നായി പിഴിഞ്ഞെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച് ഒരു 10-15 മിനിറ്റ് തിളക്കുമ്പോഴത്തേക്കും തന്നെ അത് നന്നായി വെന്തിട്ടു കേട്ടോ. പിന്നെ ഇതേ ഞാൻ നൂൽപുട്ടിന് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ തിളച്ച വെള്ളത്തിലാണ് മാവ് കുഴയ്ക്കാറ്. അങ്ങനെ മാവൊക്കെ കുഴച്ച് സെറ്റ് ചെയ്ത് നൂൽപുട്ടിനുള്ളതൊക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നെ ഈ ഒരു പാത്രത്തിൽ നൂൽപുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ വെക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ഈ പറഞ്ഞ പ്ലേറ്റിൽ വെക്കുന്ന നൂൽപുട്ടാണ്. പിന്നെ ഇതിൽ 8 തട്ടുണ്ട് ഇങ്ങനത്തെ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 4 ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ട്രിപ്പ് അവിടെ വേകുമ്പോഴത്തേക്കും തന്നെ എനിക്ക് അടുത്ത ട്രിപ്പിൽ പീച്ച് വെക്കാറാണ് കേട്ടോ. അത് പീച്ച് വെക്കുമ്പോഴത്തേക്കും ആ ട്രിപ്പ് സെറ്റായി ഉണ്ടാവും. അങ്ങനത്തെ നൂൽപുട്ടൊക്കെ സെറ്റായി എടുത്തിട്ടുണ്ട്. ഇന്നാണെങ്കിലോ പൊടിമക്കളൊക്കെ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇപ്പോഴത്തെ ചൂടും അങ്ങനെയല്ലേ, ഒക്കെ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു ഇന്ന് കേട്ടോ. പിന്നെ അതൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്കും സനമോൾ നമുക്ക് സോയ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കണ്ടതാ പറഞ്ഞിട്ടൊരു വീഡിയോ കാണിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോയാബീനൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഞാനിത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അരക്കുന്നൊന്നുമില്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ചെറിയതാക്കി അരിഞ്ഞ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലേക്ക് സോയാബീൻ ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നേരെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് അതും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ ഇട്ടത് കുറച്ച് ബ്രെഡ് ക്രൗൺസ് ആണേ. അങ്ങനെ അതൊക്കെ കൂടെ അവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഞാൻ ഓരോ ഉരുളകളാക്കിയിട്ട് കട്ട്ലേറ്റിൻ്റെ പരുവത്തിൽ ഞാനും സനമോളും കൂടെ കേട്ടോ അത് പരത്തിയെടുത്തത്. പിന്നെ അത് മുട്ടയിലും ബ്രെഡ് ക്രൗൺസിലും കൂടി മുക്കിയിട്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് രസം ഉണ്ടാകുമെന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാമെന്ന് വെച്ചിട്ട് പാല് നല്ല കട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തണ്ണിമത്തൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കട്ടപ്പാൽ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതും പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായി അടിച്ചിട്ട് ജ്യൂസാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേക്കും തണ്ണിമത്തനും മുസമ്പിയും ഈത്തപ്പഴവും കട്ട്ലേറ്റും ജ്യൂസും വെള്ളവും ഒക്കെ കൂടെ എടുത്തിട്ട് ഞങ്ങൾ നോമ്പറക്കായിരുന്നു.